ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ അതായത് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും, അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു 1/2 സ്പൂൺ ഞാൻ ചതച്ചതാണ് കേട്ടോ എടുത്തത്. നിങ്ങളെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 മണിക്കൂർ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. അധികം ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ചിക്കനും ചേർത്തതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം മാത്രം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉള്ളി അതായത് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തത്. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടെ വേണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഈ സമയത്തും കൊണ്ട് തന്നെ ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതപ്പോൾ 2 സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾക്ക് എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ.
നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ നല്ല മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റായി. നമ്മളുടെ ചിക്കൻ റോസ്റ്റും ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ കവറായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്